നമസ്കാരം. കേരളവയുടെ ഇന്നത്തെ അതിഥി യഥാർത്ഥത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് നന്ദൻ കുറ്റിക്കാട്. എന്നിട്ട് അദ്ദേഹം 72 പേജുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ മരുമക്കത്തായത്തിനെ കുറിച്ച്. അതില് അദ്ദേഹം എഴുതിയത് ഈ മരുമക്കത്തായം എന്ന് പറഞ്ഞത് പലപ്പോഴും ഒരു വിലക്ഷണ ദാമ്പത്യമാണ്. കാരണം മക്കൾക്ക് അച്ഛന്റെ സ്വത്തില് അവകാശമില്ല. കാരണം അദ്ദേഹത്തിന്റെ കൂടി ഒരു അനുഭവമാണ്. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ പുത്തൻവേലിക്കരെ 15 വർഷം കൊണ്ട് ഒരു ഭവനുണ്ടാക്കി, ഒരു 16 കെട്ട്. അത് പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. പക്ഷെ അതിനുള്ള അവകാശം ഈ മകന് കിട്ടിയില്ല, കാരണം മരുമക്കത്തായുള്ളതുകൊണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹം ഒരു ഗംഭീരമായ 72 പേജ്. MGS നാരായണൻ പറയണത് ഇത്രയ്ക്ക് ശാസ്ത്രീയമായിട്ടുള്ള റിപ്പോർട്ട് ആ കാലത്ത് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഴിവ് നമുക്ക് നമുക്ക് സ്തുതിക്കേണ്ടത് തന്നെയാണെന്നാണ് MGS നാരായണൻ പറയണത്. അത്രയ്ക്ക് പ്രൗഢഗംഭീരമായ റിപ്പോർട്ടാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1924 നായർ റെഗുലേഷൻ ആക്ട് വരുന്നത്. ഈ നായർ റെഗുലേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അതായത് സ്വയാർജിത സ്വത്ത്, പിതാവിന്റെ സ്വയാർജിത സ്വത്തിന് മക്കൾക്കൊക്കെ അവകാശമുണ്ട് എന്നുള്ളത്, ഭാര്യയ്ക്കും മക്കൾക്ക് അവകാശമുണ്ട് എന്നുള്ള ആ ഇത് വന്നു. പക്ഷേ അതിനു മുമ്പ് ഈ പത്മനാഭമേനോൻ മരിച്ചുപോയി. 1919 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ വീട് തൃശ്ശൂരായിരുന്നു. അങ്ങനെ മക്കളുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന്റെ മരണശേഷം ഇദ്ദേഹത്തിന്റെ ഭാര്യ അത് രാമകൃഷ്ണ മിഷന് കൊടുക്കണുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു KP ശങ്കരമേനോൻ. അദ്ദേഹം ജഡ്ജിയൊക്കെ ആയിരുന്നു. അദ്ദേഹമാണ് മലയാളി മെമ്മോറിയൽ CV രാമപിള്ള ഒരുമിച്ച്, നോവലിസ്റ്റായ CV രാമപിള്ള ഒരുമിച്ച് മലയാളി മെമ്മോറിയലൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹമായിരുന്നു. അപ്പൊ ഈ ശങ്കുണ്ണിമേനന്റെ സ്വത്ത്, തൻ്റെ അച്ഛന്റെ സ്വത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മകന് ലഭിച്ചില്ല. പക്ഷെ മകൻ അച്ഛന് വേണ്ടിയിട്ടാണ് കൊച്ചിരാജ്യ ചരിത്രത്തിന്റെ 2ാം ഭാഗം സമർപ്പിച്ചേക്കുന്നത്. അതൊരു സംസ്കൃത ശ്ലോകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ സംസ്കൃത ശ്ലോകത്തിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ, ആരുടെ അടുത്ത് കിടന്നാണോ ഞാൻ കഥകളും പാട്ടുകളും കേട്ടത്, ആരാണോ എനിക്ക് ആദ്യത്തെ അന്നം തന്നത്, ആരുടെ കൈകൊണ്ടാണ് ആ അന്നം ഭുജിച്ചത്, അവസാനം വിശ്രമം തേടി എവിടെയാണോ ഞാൻ അടിഞ്ഞുകൂടുന്നത്, അവർക്ക് എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞത്. അതായത് തൻ്റെ അച്ഛനും താനും സ്നേഹിച്ച ജന്മനാടിനും സമർപ്പിച്ചുകൊണ്ടാണ് ആ പുസ്തകത്തിന് തുടക്കം. പിന്നീട് ഈ 16 കെട്ട് കിട്ടുന്നത് ഈ ദിവാൻ പേഷ്കാർ ശങ്കുണ്ണിമേന്റെ സഹോദരിയുടെ മകൾക്കാണ്. ആ മകളുടെ ഭർത്താവ് AG മേനോൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹം അന്നത്തെ കാലത്തെ BA BL അദ്ദേഹമാണ് ഈ ശങ്കുണ്ണി മേനോന്റെ പേരിൽ സ്കൂൾ ഉണ്ടാക്കിയിട്ട് പുത്തൻവേലിക്കരെ അത് സർക്കാരിന് വിട്ടുകൊടുത്തത്. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റേ ഈ 16 കെട്ട് തൻ്റെ കാലശേഷം അത് മൂത്ത പുരുഷനും മൂത്ത സ്ത്രീയൊക്കെ കാലാകാലം ഭരിക്കണമെന്നും ഈ വീട് നിലനിർത്താൻ വേണ്ടി 5 ഏക്കർ സ്ഥലം അദ്ദേഹം നിലനിർത്തി എഴുതി വെക്കുകയും ചെയ്തു. പക്ഷെ അവകാശികള് അത് 1992 പൊളിച്ചു കളഞ്ഞ് 2018 അവര് അതിൻ്റെ അകത്തിരുന്നായിരുന്ന ഗണപതി ക്ഷേത്രം പുറത്തു വെച്ച് അതിന് ഒരു ചെറിയ 1 ഏക്കറിൽ താഴെ സ്ഥലം വെച്ചിട്ട് മറ്റു സ്ഥലങ്ങൾ 10-38 ഭാഗിച്ചെടുക്കുകയാണ് ചെയ്തത്. ഞാൻ അവിടെ അതിനിടയ്ക്കൊരു വഴിയുണ്ട്. ആ വഴി ഈ ശങ്കുണ്ണിമേന്റെയും പത്മനാഭന്റെ പേരിൽ നിലനിർത്തണം എന്ന് പറഞ്ഞ് ഞാൻ മറ്റേ പഞ്ചായത്തിലും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ വാർഡ് മെമ്പറെ കൂടി ബന്ധപ്പെട്ട്. പക്ഷെ അവിടുത്തെ അംഗങ്ങള്, ട്രസ്റ്റി അംഗങ്ങള്, അവിടെ താമസിക്കുന്ന ട്രസ്റ്റി അംഗം ഒരിക്കലും അതിനനുകൂലമായ ഒരു നിലപാടെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. അല്ലെങ്കിൽ അത് ശരിക്കും അവിടെ ഒരു ലാൻഡ്മാർക്ക്, അവരവിടെ ജീവിച്ചിരുന്നു എന്നുള്ള ലാൻഡ്മാർക്ക്, അവര് സഞ്ചരിച്ചിരുന്ന അവരുടെ കാൽപ്പാട് പതിഞ്ഞ ആ സ്ഥലം അവരുടെ പേരിൽ വേണമെന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ശ്രമിച്ചു. അപ്പൊ അതിനൊന്നും കഴിയാതെ ആയി കഴിഞ്ഞപ്പോൾ
ഒരു ചരിത്ര സമിതി രൂപീകരിച്ചിട്ട് ഈ പത്മനാഭന്റെ പേരില് അവിടുത്തെ പഞ്ചായത്ത് ലൈബ്രറി ആക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലേ, അതൊന്നും തീരുമാനമായില്ല. അതോടൊപ്പം തന്നെ ശരിക്കും മുസറീസ് പദ്ധതിയിൽ പെടുത്താണ്ടായിരുന്നു. മുസറീസ് പദ്ധതിയിൽ ഏരിയ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുത്തൻവേലിക്കര മുസറീസ് പദ്ധതിപ്പെട്ട് ഇവരുടെ സ്മാരകങ്ങൾ നിലനിർത്തേണ്ടതാണ്. നമ്മൾ എവിടെ പോയാലും ഇപ്പം മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഷേക്സ്പിയറിന്റെ ആണെങ്കിലും ഡോസ്റ്റോവിസ്കിയുടെ ആണെങ്കിലും ഹെർമൻ ഗുണ്ടറിന്റെ ജർമ്മനിയിൽ അദ്ദേഹത്തിന്റെ കയ്യെഴുത്ത് പ്രതിയൊക്കെ അതേപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയണേ. പക്ഷെ നമ്മൾ മാത്രം ആ ചരിത്രബോധം ഇല്ലാതെ പോയതിന്റെ ഏറ്റവും ദൃഷ്ടാന്തം അവിടെ ഒന്നുപോലും അവശേഷിക്കാതെ പോയി. ശരിക്കും അവരുടെയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇത് ഇനി വരുന്ന തലമുറകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് സംരക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും സംരക്ഷിക്കപ്പെടാതെ പോയി. പ്രത്യേകിച്ച് പുത്തൻവേലിക്കരയിലെ പഞ്ചായത്തിനോ അതുപോലെ തന്നെ മറ്റേ അവിടുത്തെ MLA സതീശൻ, VD സതീശനൊക്കെയാണ്. അദ്ദേഹത്തിനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ അവരാരും തന്നെ മുന്നോട്ട് വരുന്നില്ല. എന്താണെന്നറിയില്ല. ഇപ്പോ ആദ്യമായിട്ട് 1005 അല്ല 105 വർഷങ്ങൾക്ക് ഉള്ളില്, അതായത് 106ാമത്തെ ആ വർഷം ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞികൃഷ്ണൻ മാഷെ കൊണ്ടുവന്നിട്ട് ഈ KP പത്മനാഭന്റെ അനുസ്മരണം നമ്മൾ പുത്തൻവേലിക്കര സംഘടിപ്പിച്ചു. ഇന്നവരെ ഉണ്ടായിട്ടില്ല. ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററി അസോസിയേഷൻ ഒന്നും ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിൽ ഒരിടത്ത് പോലും ഈ പത്മനാഭന്റെ സ്മരണയില്ല എന്നുള്ളതാണ്. ഞാനത് കഴിഞ്ഞ മാസം UC കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞു. അതായത് നിങ്ങൾ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടായിട്ട് ഇദ്ദേഹത്തിന്റെ, അതായത് ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത, വിസ്മരിക്കാൻ കഴിയാത്ത ഈ ചരിത്രകാരന്റെ പേര് ഒരിടത്തും ഇല്ലാത്തത് വളരെ ഖേദകരമാണ്. അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ UC കോളേജ് ഓട്ടോണമസ് ആവുന്ന അടുത്ത് തന്നെ ആവും, അപ്പോൾ ഒരു ചെയർ പത്മനാഭന്റെ പേരിൽ കൊടുക്കാമെന്നൊക്കെ അവർ പറയണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ചരിത്രമാര് പുത്തൻവേലിക്കരുമായിട്ട് ബന്ധപ്പെട്ട കേരള ചരിത്രത്തിന് മഹത്തായ സംഭാവന ചെയ്ത അച്ഛനും മകനും ഒരു അപൂർവതയാണ്. മറ്റ് ഒരു സ്ഥലത്തും കാണാത്തൊരു അപൂർവത പുത്തൻവേലിക്കരയ്ക്ക് അവകാശപ്പെടാനുണ്ട് എന്നുള്ളതാണ്. ധാരാളമായി പുസ്തകങ്ങൾ വായിച്ച, പുസ്തകങ്ങളുടെ വായനയിൽ അഭിരമിച്ച, അതിനെക്കുറിച്ച് കൃത്യമായ നിലപാടുകളുള്ള ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ് ശ്രീ നന്ദൻ കുറ്റിക്കാട്. അദ്ദേഹത്തോട് അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത്, അങ്ങ് ഇതുവരെ വായിച്ചതിൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പുസ്തകം ഏതാണ്? ആ പുസ്തകത്തെക്കുറിച്ചുള്ള അങ്ങയുടെ വിവരണം എന്താണ്? നമ്മുടെ കാഴ്ചക്കാർക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ടോ? അനിൽകുമാർ ചോദിച്ചത് വലിയൊരു വിഷമം പിടിച്ച ചോദ്യമാണ്. കാരണം പല മേഖലകളിലൂടെ, വായനയുടെ പല മേഖലയിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഏതാണ് ഒരു പുസ്തകം എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാവുന്നത് വല്ലപ്പോഴും ഒക്കെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും വായിക്കാറുള്ളത് വിൽ ഡ്യൂറന്റിന്റെ സ്റ്റോറി ഓഫ് ഫിലോസഫി എന്നുള്ള പുസ്തകമാണ്. കാരണം ഫിലോസഫി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഫിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്ഡം എന്നാണ്. സോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് എന്നാണ്. ലവ് ഓഫ് വിസ്ഡം, വിവേകത്തെ സ്നേഹിക്കുക എന്നാണ് ഫിലോസഫിയുടെ അർത്ഥം. അത് വളരെ മനോഹരമായിട്ട് വിൽ ഡ്യൂറന്റ് പ്ലേറ്റോന്റെയും സോക്രട്ടീസിന്റെയും അരിസ്റ്റോട്ടിലിന്റെയും അങ്ങനെ ഒട്ടനവധി സ്പിനോസയുടെ വിൽ ഡ്യൂറന്റ് എഴുതിയിട്ടുള്ള സ്പിനോസയുടെ പലപ്പോഴും വായിച്ചു നോക്കാറുണ്ട്. കാരണം വലിയൊരു തത്വചിന്തകനായിരുന്നു. താൻ ചിന്തിച്ച, തൻ്റെ ആ തത്വചിന്ത അനുസരിച്ച് ജീവിച്ച മനുഷ്യനായിരുന്നു സ്പിനോസ. അദ്ദേഹത്തിന് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം റിയൽ ഹാപ്പിനെസ് ഈസ് പെർസ്യൂട്ട് ഓഫ് നോളജ് ആൻഡ് റിയൽ അണ്ടർസ്റ്റാൻഡിങ്, ജ്ഞാനാന്വേഷണവും ബോധോദയത്തിലുള്ള ആനന്ദവും മാത്രമാണ് സ്ഥിരമായ സൗഖ്യം എന്ന് പറഞ്ഞ് ലെൻസ് പോളിഷ് ചെയ്ത് ഒരു 40 വയസ്സ് മാത്രം ജീവിച്ച സ്പിനോസയുടെ കഥയൊക്കെ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്പിനോസയുടെ കഥയിൽ പറയും സ്പിനോസ ലാറ്റിൻ പഠിക്കാനായിട്ട് പോയപ്പോൾ ആ അധ്യാപകന്റെ മകളെ സ്നേഹിച്ചു. പക്ഷേ സ്പിനോസ അത്ര വലിയ സുന്ദരനൊന്നും ആയിരുന്നില്ല. സുന്ദരനായ ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അയാളെ സ്നേഹിച്ചു.
അപ്പോൾ ഉടനടി വിൽഡൂറിന്റെ അടിയുണ്ട്, ദാറ്റ് ടൈം ദ ഹീറോ ബിക്കം എ ഫിലോസഫർ. ആ സമയത്താണ് നമ്മുടെ നായകൻ തത്വചിന്തകനായത് എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പോൾ അവൻ ഓരോ തത്വചിന്തകന്മാരുടെയും കഥകൾ, അതില് സോക്രട്ടീസിന്റെ അവസാന രംഗമൊക്കെ വളരെ മനോഹരമായിട്ട്, പ്ലേറ്റോ പറഞ്ഞതൊക്കെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ തത്വചിന്തകന്മാരിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പലതും മനസ്സിലാക്കാനായിട്ട് കഴിയും. നീക്ഷയെ കുറിച്ചുണ്ട്, ഹെഗലിനെ കുറിച്ചുണ്ട്, അങ്ങനെ ഒട്ടനവധി തത്വചിന്തകന്മാരെ കുറിച്ച് അതിൽ രസകരമായ അവരുടെ ജീവിത കഥയൊക്കെ വെച്ചിട്ടാണ് അത് എഴുതുന്നത്. മറ്റേ ബെർട്രാൻഡ് റസലിന്റെ ആണെങ്കിൽ കുറച്ചും കൂടി കടുപ്പമേറിയതാണ് ഹിസ്റ്ററി ഓഫ് ഫിലോസഫി. പക്ഷേ സ്റ്റോറി ഓഫ് ഫിലോസഫി നമ്മളെ എപ്പോഴും നമുക്കൊരു എനർജി തരും. അത് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്കൊരു എനർജി തരും. ജീവിതത്തിനോട് തത്വചിന്തകന്മാരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു, അത് ഇപ്പോഴും റിലവൻ്റ് ആണ്. ഇപ്പൊ പ്ലേറ്റോന്റെ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും. പ്ലേറ്റോ ഈ ഡെമോക്രസി വിമർശിക്കുന്ന ഒരു രംഗമുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. അതായത് ഒരു ചെരുപ്പ് കുത്തിക്ക് വരെ ഒരു സ്കിൽ ആവശ്യമാണ്, ചെരുപ്പ് കുത്താനായിട്ട് ഒരു സ്കിൽ ആവശ്യമാണ്. പക്ഷേ വെറും വോട്ടിന്റെ ബലത്തില് കഴിവ് കെട്ടവർ അധികാരത്തിൽ വരുമെന്ന് പ്ലേറ്റോ പറയുന്നു. വളരെ ശരിയല്ലേ? ഇന്നത്തെ കാലത്ത് നമുക്ക് കഴിവ് കെട്ടവര് പലരും വോട്ട് കിട്ടിയതുകൊണ്ട് പേരിൽ വരുന്നുണ്ട്. അത് അന്ന് 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം പറയണത്. അതുപോലെ തന്നെ പറഞ്ഞു, ഗാർഡിയൻസ് ആണ് സ്റ്റേറ്റ് ഭരിക്കേണ്ടതെന്നാണ് പ്ലേറ്റോ പറയുന്നത്. ഈ ഗാർഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് പ്ലേറ്റോ പറയണത്. വിവാഹം കഴിച്ചാൽ അവർക്ക് സ്വാർത്ഥത ഉണ്ടാവും. ഇപ്പൊ രാഷ്ട്രീയക്കാർ നമുക്ക് അവർക്ക് സ്വാർത്ഥത വരാൻ കാരണം അവർക്ക് ഫാമിലി ഉള്ളത് കൊണ്ടാണ്. തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും സ്വത്തുണ്ടാക്കി കൊടുക്കണമെന്ന് അവർക്ക് ആഗ്രഹം വരണം, അതുകൊണ്ടാണ്. അപ്പൊ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ സൈക്കോളജി പ്ലേറ്റോ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ വലിയൊരു വിവേകമല്ലേ നമുക്ക് പകർന്നു തരുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്ന് കടന്നു, അതുപോലെ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുത്തരുതെന്നാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞതാണ്, സൈക്കോളജിക്കലായിട്ട് വളരെ സത്യമാണെന്ന് പറയണത്. നമ്മൾ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ഒരിക്കലും ഭയപ്പെടുത്തരുതെന്ന് ആണ് പറയുന്നത്. എന്തെന്ന് പറയുമ്പോൾ സെയിന്റ് അഗസ്റ്റിന്റെ കൺഫെഷൻ എന്ന് പറഞ്ഞ ആത്മഹത്യയിൽ പറയും, സെയിന്റ് അഗസ്റ്റിനെ ഗ്രീക്ക് ഒഴിപ്പിച്ചിരുന്ന മാഷ് മുൻശുദ്ധിക്കാരനായിരുന്നു. രണ്ടാമത്തെ വാക്കിന് അടിക്ക്. അദ്ദേഹത്തിന് ഗ്രീക്ക് വായിക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. എഴുതാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അബോധ മനസ്സിൽ ഈ മുൻചുണ്ടിക്കാരനായ മാഷ് വരികയും അദ്ദേഹത്തിന്റെ ചിന്തകളാകെ കലുഷമാവുകയും അദ്ദേഹത്തിന് എഴുതാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ പഠിപ്പിച്ച, ഭാഷ പഠിപ്പിച്ച, ഇംഗ്ലീഷ് പഠിപ്പിച്ച, മലയാളം പഠിപ്പിച്ച, മറ്റു പലതും പഠിപ്പിച്ച, കണക്ക് പഠിപ്പിച്ച മാഷുമാര് നമ്മളെ തല്ലിയതിൻ്റെയൊക്കെ ഫലം പലപ്പോഴും ആഫ്റ്റർ എഫക്റ്റ് പിന്നീട് ഉണ്ടായി കാണാം. അപ്പൊ അതൊക്കെ അന്ന് കാലത്ത് തന്നെ അവര് ആ ഉള്ളറകളിലേക്ക്, ജീവിതത്തിന്റെ ഉള്ളറകളിലേക്കൊക്കെ കടന്നു പോകാനായിട്ട് കഴിഞ്ഞിരുന്നു. വളരെ രസകരമായ ഒരു പുസ്തകമാണ്. അതിൽ ഏറ്റവും വലിയ രസം, അത് വെള്ളപ്പൊക്കം വന്നിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ വെള്ളപ്പൊക്കം കവരാത്ത ഒരു പുസ്തകമാണത്, സ്റ്റോറി ഓഫ് ഫിലോസഫി. അതെല്ലപ്പോഴൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അതെന്നെ വളരെയധികം പ്രചോദിപ്പിച്ച പുസ്തകം തന്നെയാണ്. ചരിത്രം സൃഷ്ടിക്കുന്നത് സാധാരണക്കാരാണ് എന്ന് പറയാറ്. വായനയുടെ അതിമനോഹരമായ ഒരു ചരിത്രമാണ്, ഒരു കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ശ്രീ നന്ദൻ കുറ്റിക്കാട് നമ്മളുമായി പങ്കുവച്ചത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി പറയും.